ഇപ്പോൾ CPM PB അംഗം പിണറായി വിജയൻ ഇടുക്കിയിൽ സംസാരിക്കുന്നു. തത്സമയം തേയിലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് തൊഴിലാളികളാണ്. അപ്പോൾ തേയില ഉൽപ്പാദനത്തിൻ്റെ ചെലവ് മൊത്തമായിട്ട് കണക്കാക്കിയാൽ മൊത്തം ഉൽപ്പാദന ചെലവിൻ്റെ നല്ല ഭാഗം സാധാരണഗതിയിൽ തൊഴിലാളികൾക്കാണ് നൽകേണ്ടത്. ഇവിടെ കൊളുന്തു നുള്ളാനുള്ള ചെലവ് അതാണ് സാധാരണഗതിയിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്ന് കാണാൻ നമുക്ക് കഴിയും. എന്നാൽ ഈ തൊഴിലാളികൾക്ക് വളരെ ചെറിയ കൂലിയാണ് കൊടുത്തു വരുന്നത്. നമ്മുടെ നാടിൻ്റെ അവസ്ഥയെടുത്താൽ തൊഴിൽ രംഗത്ത് നല്ല തോതിൽ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. അത് തേയില മേഖലയിലല്ല എന്ന് മാത്രം, മറ്റ് തൊഴിൽ മേഖലയിലെല്ലാം നല്ല രീതിയിൽ അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. നാടിന് അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നാടിൻ്റെയും മൊത്തം തൊഴിൽ മേഖലയുടെയും പുരോഗതിക്കനുസരിച്ച് അഭിവൃദ്ധി ഉണ്ടാകാത്ത ഒരു വിഭാഗമാണ് തേയില രംഗത്ത് തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ. നമ്മൾ ചില വ്യവസായങ്ങൾ നഷ്ടത്തിലാകുന്നതിനെക്കുറിച്ച് കേൾക്കാറുണ്ട്. അങ്ങനെ അത് അവസാനിച്ചു പോകുന്നതിനെക്കുറിച്ചും നമ്മുടെ അനുഭവത്തിൽ നാം കാണാറുണ്ട്. എന്നാൽ വ്യവസായം എന്ന നിലക്ക് തേയില വ്യവസായം മെച്ചപ്പെട്ടു വരികയാണ്. തോട്ടത്തിനാണ് പ്രതിസന്ധി എന്നൊക്കെ ചില കണക്കുകൾ പറയുന്നത്. പക്ഷെ തേയിലയുടെ മൊത്തം കാര്യം എടുത്താൽ നല്ല നിലക്ക് അഭിവൃദ്ധിപ്പെട്ടു പോവുകയാണ്. പക്ഷേ ഒരു വ്യവസായം അഭിവൃദ്ധിപ്പെട്ടു പോകുമ്പോൾ ആ വ്യവസായത്തിലെ തൊഴിലാളികൾ വലിയ തോതിൽ കഷ്ടത അനുഭവിക്കുന്നതിനെപ്പറ്റി നമ്മൾ സാധാരണ കേൾക്കാറില്ല. വ്യവസായം അഭിവൃദ്ധിപ്പെടുമ്പോൾ ആ അഭിവൃദ്ധിക്കനുസരിച്ചുള്ള പുരോഗതി തൊഴിലാളികൾക്കും ലഭ്യമാകാറുണ്ട്. ചായയുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ പലതരം ചായകൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതായത് ഉപയോഗം പലതരത്തിലാണ്. പഴയതുപോലെ ഒരേ ചായ അല്ല, അതിൽ ബ്ലാക്ക് ടീ ഉണ്ട്, ഗ്രീൻ ടീ ഉണ്ട്, വൈറ്റ് ടീ ഉണ്ട്. ഇങ്ങനെ പല തരത്തിലുള്ള ചായയുടെ ഉപയോഗം തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഏറ്റവും അധികം വിഷമതി അനുഭവിക്കുന്ന ഒരു തൊഴിലാളി വിഭാഗമായി തേയില തൊഴിലാളികൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ചിലർ പറയുന്നത് ഇനി ഇത് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇത് തീർത്തും അന്യം നിന്ന് പോകുന്നതാണ്, അവസാനിച്ചു പോകുന്നതാണ്. കാരണം അത്രയും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാണ് തേയില തൊഴിലാളികളുടെ അവസ്ഥ. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അത് ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇവിടെ തേയില രംഗത്ത് വലിയ ലാഭം കൊയ്യുന്ന കമ്പനികളുണ്ട്. അവർ ചെറിയ ലാഭമല്ല കൊയ്യുന്നത്. എന്നാൽ രണ്ട് തരം സമീപനം അവരെടുക്കുന്നുണ്ട്.
ഈ തേയില കമ്പനികളെ എടുത്താൽ അവർ തന്നെ അവരുടെ വ്യവസായത്തെ രണ്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് തേയിലത്തോട്ടം. ഇപ്പോൾ തേയിലത്തോട്ടങ്ങളെ ആ കണക്കുകൾ കേൾക്കുമ്പോൾ നഷ്ടത്തിൻ്റെ കണക്കാണ് നമ്മൾ കേൾക്കുക. വലിയ നഷ്ടമാണ് എന്ന കണക്ക് തൊഴിലാളിയുടെയും നാടിൻ്റെയും മുന്നിൽ തേയിലത്തോട്ടങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് യഥാർത്ഥ നഷ്ടമാണോ? അല്ല, അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന അതിവിദഗ്ധമായ രീതിയിൽ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കുന്ന ഒരു കണക്കല്ലേ എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ തേയിലയുടെ മേലെ സ്വാഭാവികമായും അത് ഉൽപ്പാദിപ്പിക്കുന്നത് തൊഴിലാളിയാണല്ലോ. ആ തൊഴിലാളിക്കുള്ള അവകാശം ഇല്ലാതാക്കാനുള്ള നല്ല തരത്തിലുള്ളൊരു ഇടപെടൽ ഇവിടെ നടന്നിട്ടുണ്ട്. തേയില മൊത്തമായി എടുത്താൽ ലാഭത്തിലേക്ക് പോകുന്നുണ്ട്. അത് പിന്നീടൊരു ഘട്ടത്തിലാണ്. അപ്പം ആ ലാഭം തേയില തൊഴിലാളിയുടെ വകയല്ല, അല്ലെങ്കിൽ തേയില തൊഴിലാളിക്ക് അതിൽ പങ്കില്ല എന്ന് വരുത്താൻ വേണ്ടി സമർത്ഥമായി നടത്തിയിട്ടുള്ള ഒരു നീക്കമാണിത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഇതിലൂടെ ഈ മുതലാളിമാർ പ്രഖ്യാപിക്കുന്നത് തേയിലയുടെ നല്ല കാലം അവസാനിച്ചു എന്നാണ്. തേയിലയുടെ നല്ല കാലം അവസാനിച്ചു എന്ന് പറയുമ്പോൾ തൊഴിലാളിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ നല്ല കാലം ഉണ്ടായിട്ടുണ്ടോ? തൊഴിലാളിക്ക് ഒരു ഘട്ടത്തിലും നല്ല കാലം ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. ഇവർ പറയാറുണ്ട് ഇതൊരു ചീത്തക്കാലമാണ്, നിങ്ങളത് മനസ്സിലാക്കണം എന്നൊക്കെ ഉപദേശിക്കാറുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിലും തേയില തൊഴിലാളിയുടെ ജീവിതത്തിൽ നല്ല കാലം എന്നതുണ്ടായിട്ടില്ല. എല്ലാ ഘട്ടവും വിഷമം പിടിച്ച ഘട്ടം മാത്രമാണ്. ഇവിടെ വില കുറക്കുന്നതിന് വേണ്ടി തേയില കമ്പനികൾ സ്വീകരിക്കുന്ന സമ്പ്രദായങ്ങൾ, ഒന്ന് തേയില ലേല സ്ഥാപനങ്ങളുമായി കൂട്ടുചേരുക, മറ്റൊന്ന് ബ്ലെൻഡിങ് എന്ന ഒരു പുതിയ തലമുണ്ടാക്കുക, പിന്നെ വിപണനത്തെ കുത്തകവൽക്കരിക്കുക. ഇതിലൂടെ വാങ്ങൽ നടക്കുമ്പോൾ, തേയില വാങ്ങുമ്പോൾ ആദ്യത്തെ ഘട്ടം അവിടെ ഏറ്റവും കുറഞ്ഞ വില, എന്നാൽ അവസാനം വിൽക്കുന്ന ഘട്ടം ഏറ്റവും കൂടിയ വില. നിങ്ങൾ നുള്ളി കൊടുത്ത് തയ്യാറാക്കി ആ തേയില വാങ്ങുന്ന ഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ വില. ഇതേ തേയില നമ്മൾ വാങ്ങുമ്പോൾ അതിന് ഏറ്റവും കൂടിയ വില വരികയും ചെയ്യുന്നു. ഇതൊരു വിദഗ്ധമായ നീക്കത്തിൻ്റെ ഭാഗമായി വന്ന കാര്യമാണ്. അത് തേയില കമ്പനികൾ നല്ല നിരക്ക് ആസൂത്രണം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൻ്റെ ഫലം എന്താ? തേയില കർഷകരടക്കമുള്ള, തേയില തൊഴിലാളികൾ മാത്രമല്ല, സാധാരണ തേയില ചെറിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നവരടക്കം, അവർക്കെല്ലാം പരമദരിദ്രാവസ്ഥയാണ്. കാരണം വളരെ ചെറിയ വരുമാനമേ അവർക്കുള്ളൂ. തൊഴിലാളിക്ക് ചെറിയ വരുമാനമേ ഉള്ളൂ, ചെറിയ തോതിൽ ഉൽപ്പാദിപ്പിക്കുന്നവർക്കും ചെറിയ വരുമാനമേ ഉള്ളൂ. എന്നാൽ വിപണന കമ്പനികളുണ്ട്, അവർ വൻപിച്ച ലാഭമാണ് കൊയ്യുന്നത്. ഇപ്പോൾ അടുത്ത നാളിൽ ഒരു
BBC-യുടെ ഒരു ഡോക്യുമെൻ്ററി അവർ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിൽ തേയിലത്തോട്ടങ്ങളുടെ ദുരിതാവസ്ഥയെക്കുറിച്ചാണ് അവർ പരാമർശിച്ചത്. അതിലൊരു കമ്പനിയുടെ ചില്ലറ വിൽപ്പനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഫോർട്ട്നം ആൻഡ് മാസോണിൽ ചില്ലറ വിൽപ്പനയിൽ കിലോവിന് 15,000 രൂപയാണ് നിരക്ക്. അപ്പോൾ 15,000 രൂപക്ക് കിലോവിന് 15,000 രൂപ. എന്നാൽ അവർ തൊഴിലാളിക്ക് കൊടുക്കുന്ന കൂലി 50 ഗ്രാം തേയിലയുടെ മൂല്യത്തേക്കാൾ കുറവാണ്. അപ്പോൾ എത്ര വലിയ വ്യത്യാസമാണ് വരുന്നത് നോക്കണം. തൊഴിലാളിക്ക് ഏറ്റവും കുറഞ്ഞ കൂലി, അതേസമയം വിപണന ഘട്ടത്തിലാവുമ്പോൾ വൻപിച്ച വരുമാനം വിപണന കമ്പനികളുടെ കയ്യിലെത്തുന്നു. അപ്പോൾ തേയിലക്ക് വലിയ വില, ഒരു സ്വർണത്തിൻ്റെ വില തന്നെ വന്നു വിചാരിക്കുക. എന്നാലും തൊഴിലാളിക്ക് അതുമായി ഒരു പങ്കുണ്ടാകാൻ പോകുന്നില്ല. തൊഴിലാളിയെ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഭാഗമാക്കാൻ ഈ കമ്പനികൾ തയ്യാറല്ല. നമ്മുടെ മേഖലയിൽ ചില തൊഴിലാളികൾ എത്ര തൊഴിലെടുത്താലും വിഷമങ്ങൾ മാറാത്തവരാണ്. തേയില തൊഴിലാളികൾ മാത്രമല്ല, മറ്റു ചില തൊഴിൽ വിഭാഗങ്ങളും അങ്ങനെയുണ്ട്. അതിലേറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നവരാണ്, എല്ലാ ഘട്ടത്തിലും ദാരിദ്ര്യം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് തേയില തൊഴിലാളികൾ. പിന്നെ കടുത്ത ചൂഷണത്തിന് ഇരയാക്കുന്നു. വലിയ തോതിലുള്ള മൊത്തത്തിൽ തൊഴിലാളികൾ എടുത്താൽ ബാലവേല, ലിംഗപരമായ അസമത്വം, ലൈംഗിക ചൂഷണം, ഇങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങൾ. അതോടൊപ്പം ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായി തന്നെ പോഷകാഹാരക്കുറവ്, പട്ടിണി കിടക്കുന്ന അവസ്ഥ, രോഗങ്ങൾ, ഇതെല്ലാം തേയിലത്തോട്ടങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നാണ്. നമ്മുടെ എല്ലാ മേഖലയിലും അടിസ്ഥാന വേതനമുണ്ട്. പക്ഷേ തേയില രംഗത്ത് അടിസ്ഥാന വേതനത്തേക്കാൾ കുറഞ്ഞ നിരക്കാണ് പലയിടത്തും യഥാർത്ഥത്തിൽ ലഭിക്കുന്നത്. ഇവിടെ നമ്മൾ താമസ സൗകര്യത്തിൻ്റെ പ്രശ്നമാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. നേരത്തെ 17 ദിവസം ഇവിടെ കടുത്ത പ്രക്ഷോഭം നടക്കുകയും അതിൻ്റെ ഭാഗമായി ചില ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞതുമാണ്. എന്നാൽ തോട്ടമുടമകൾ പല അവകാശവാദങ്ങളും ഉന്നയിക്കാറുണ്ട്. സാധാരണ കൂലിക്ക് പുറമെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഞങ്ങൾ നൽകുന്നുണ്ട്. ആ നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് താമസ സൗകര്യം എന്നത്. എന്നാൽ ആ സൗകര്യത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം, എന്താണ് അതിൻ്റെ അനുഭവം എന്നത് നമുക്ക് ഏവർക്കും അറിയാം. അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ, ഇതൊക്കെ ഉണ്ടെന്ന് പറയുകയും എന്നാൽ ഫലത്തിൽ വലിയ തോതിലുള്ള പിന്നോട്ടടി സംഭവിക്കുകയും ചെയ്ത അനുഭവമാണ് നമുക്കുള്ളത്. എല്ലാറ്റിലും വലിയ തോതിൽ പുറകോട്ട് പോക്ക് സംഭവിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വീടെന്ന് വിളിക്കാൻ പറ്റുമോ? സാധാരണഗതിയിൽ താമസിക്കുന്ന ഈ ലയത്തിന് പണ്ട് വൈദ്യുതിയുള്ള സ്ഥലം ഇപ്പോഴും
ആ വൈദ്യുതിയുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ അങ്ങേയറ്റം അനാരോഗ്യകരമായ ചുറ്റുപാട്. നിങ്ങളെല്ലാം അനുഭവിക്കുന്നവരായതുകൊണ്ട് അതിൻ്റെ മറ്റ് വിശദീകരണങ്ങളിലേക്ക് ഞാൻ കടക്കേണ്ടതായിട്ടില്ല. ചിലയിടങ്ങളിൽ ശുചിമുറികൾ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ശുചിമുറികൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പ്രാഥമിക കാര്യങ്ങൾക്കടക്കം മറ്റു തരത്തിൽ നിർബന്ധിക്കപ്പെടുകയാണ്. ഇവിടെ ഇല്ലല്ലോ, വേറെ ഏതെങ്കിലും തരത്തിൽ നിർവഹിച്ചാലേ പറ്റൂ. ഇങ്ങനെയുള്ള ഒരു പരിതാപകരമായ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്നവർ നല്ല വെള്ളം കുടിക്കാൻ കഴിയണ്ടേ? അപ്പോൾ സുരക്ഷിതമായ രീതിയിൽ വെള്ളം ലഭിക്കണ്ടേ? സുരക്ഷിതമായ ജലവിതരണ സമ്പ്രദായം എത്ര സ്ഥലങ്ങളിലുണ്ട്? മിക്കവാറും സ്ഥലങ്ങളിൽ അനാരോഗ്യകരമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കവിഞ്ഞൊഴുകുന്ന സെപ്റ്റിക് ടാങ്കുകൾ, അത്യന്തം ജീർണമായ മലിനജലം വരുന്ന പ്രദേശങ്ങൾ, ഇതിൻ്റെ അടുത്ത് കുടിവെള്ളത്തിൻ്റെ സ്രോതസ്, ചിലപ്പോൾ കിണറുകൾക്കടുത്ത് ഇത്തരം കാര്യങ്ങൾ, പൈപ്പ് വരുന്നിടത്ത് ഇമാതിരി പൈപ്പാണെങ്കിൽ പഴയ പൊട്ടിപ്പൊളിഞ്ഞ പൈപ്പ്, ആ പൈപ്പിനകത്തേക്ക് ഈ മലിനജലം കയറാനിടയാകുന്ന അവസ്ഥ. അപ്പോൾ അങ്ങേയറ്റം അനാരോഗ്യകരമായ അവസ്ഥയിലാണ് തൊഴിലാളികൾക്ക് ജീവിക്കേണ്ടി വരുന്നത്. ഈ വെള്ളം കുടിച്ചാൽ അത് തന്നെ മാരകമായ രോഗങ്ങൾക്ക് കാരണമായി തീരും. ഇപ്പോൾ പന്നികൾക്കൊപ്പം കഴിയേണ്ടി വരുന്ന അവസ്ഥയടക്കം ചിലയിടങ്ങളിൽ ഉണ്ടാവുകയാണ്. അപ്പൊ ഇത്തരത്തിൽ ദുർഘടമായ അവസ്ഥയിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ജീവിക്കേണ്ടി വരികയാണ്. പിന്നെ ഈ തൊഴിലിൻ്റെ ഭാഗമായി മാരകമായ കീടനാശിനികളും രാസവസ്തുക്കളും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ഇതിനൊന്നിനും മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല. മതിയായ സുരക്ഷാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നാലുള്ള കുഴപ്പം എന്താ? ഇതേതെങ്കിലും ഒരു ദിവസം എടുക്കുന്നതല്ലോ, ഇതുമായി നിരന്തര സമ്പർക്കം പുലർത്തേണ്ടി വരുന്നവരാണല്ലോ തൊഴിലാളികൾ. അപ്പൊ അതിൻ്റെ ഭാഗമായി ത്വക്ക് രോഗങ്ങൾ വരും, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ വരും, അതുപോലെ തന്നെ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്കിടയാക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള സമഗ്രമായ പരിപാടികൾ ഉണ്ടാകണമല്ലോ. ഭക്ഷ്യവസ്തുക്കൾ, റേഷൻ തന്നെ ചിലപ്പോൾ ആ കിട്ടുന്ന കാര്യങ്ങൾ താഴ്ന്ന നിലവാരത്തിലുള്ളതാകുന്നു. നമ്മുടെ പല കുടുംബങ്ങളും APL എന്ന പട്ടികയിലാണ് പെട്ടിരിക്കുന്നത്. APL പട്ടികയിൽ കുടുംബം പെട്ടാൽ വലിയ കാശ് കൊടുത്തു വേണം റേഷൻ വാങ്ങാൻ. അപ്പൊ ചുരുക്കത്തിൽ കുടുംബത്തിൽ പോഷകാഹാരക്കുറവ് സംഭവിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാകും. പലതരത്തിലുള്ള രോഗങ്ങൾ തൊഴിലാളികൾക്കിടയിൽ പടർന്നു പിടിക്കുന്നുണ്ട്. അതിനൊരു കാരണം നേരത്തെ പറഞ്ഞ അനാരോഗ്യകരമായ ചുറ്റുപാട്, മറ്റൊന്ന് ശരിയായ രീതിയിൽ ഭക്ഷണമില്ലായ്മ. അപ്പോൾ ക്രമേണ രോഗത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സമൂഹമായിട്ടാണ് ഈ തൊഴിലാളി സമൂഹം മാറുന്നത്. ക്ഷയരോഗമടക്കം ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് വല്ലാതെ കാണാനില്ല
അത് അപൂർവമായിട്ട് കാണുന്ന ഒന്നാണ് ക്ഷയരോഗം. പക്ഷെ അതുപോലും നമ്മുടെ തൊഴിലാളികൾക്കിടയിലേക്ക് ഇതിൻ്റെ എല്ലാം ഭാഗമായി വ്യാപിക്കുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പം നേരത്തെ ആരോഗ്യ പരിപാലനത്തിനുള്ള ചില നടപടികൾ പല തോട്ടങ്ങളിലും ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മിക്ക തോട്ടങ്ങൾക്കും ശരിയായ രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളില്ല. ഇപ്പോൾ ഉള്ള ഹെൽത്ത് സെൻ്ററുകൾ അത് അവികസിതമാണ്, ആവശ്യമായ സംവിധാനങ്ങളില്ല, നല്ല ഡോക്ടർമാർ, നേഴ്സ്, പിന്നെ അതോടൊപ്പം ആവശ്യത്തിനുള്ള മരുന്ന്, ഇതൊന്നുമില്ല. ഇതെല്ലാം നിങ്ങളുടെ അനുഭവത്തിൽ ഉള്ള കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ വസ്തുത. ഇതിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. വ്യവസായികൾ ഇതിനെല്ലാം പരിഹാരമുണ്ടാക്കും എന്ന് ചിന്തിച്ചാൽ അത് ഒരിക്കലും നടക്കില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിട്ടാണ് ഈ ദുരവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് കാത്തിരിക്കാൻ കഴിയില്ല, അതാണ് പ്രശ്നം. ഇവിടെ ഏത് തൊഴിലാളിയും തൊഴിലെടുക്കുന്നതിൻ്റെ ഭാഗമായി സ്വന്തമായൊരു ചെറിയ വീട് സമ്പാദിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട്. തോട്ടം തൊഴിലാളികൾ കടുത്ത ചൂഷണത്തിനാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം, പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കിയിൽ സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ.